ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്, നിങ്ങൾ തംബ്ലൈൻ കണ്ടപ്പോൾ നിങ്ങൾക്ക് എന്തായാലും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ, നമ്മുടെ മധുരക്കിഴങ്ങ് വെച്ചിട്ടുള്ള ഒരു ഷെയ്ക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ ഷെയ്ക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മധുരക്കിഴങ്ങ് കഴിക്കാത്ത കുട്ടികളുണ്ടാവും. അപ്പോൾ ഈ മധുരക്കിഴങ്ങ് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡാണ്. അപ്പോൾ അത് കുട്ടികൾക്ക് കൊടുക്കുന്നതും നല്ലതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ കഴിക്കാത്ത കുട്ടികൾക്ക് ഇതേപോലെ ഷെയ്ക്ക് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവരെന്തായാലും കഴിക്കും. അവർ ഇനിയും ചോദിച്ച് മേടിച്ച് കഴിക്കും കേട്ടോ. അപ്പോൾ ആ ഷേക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണാം. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം. അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് മാത്രമേ ഉണ്ടാക്കി കാണിക്കുന്നുള്ളൂ. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇതൊരു വലിയൊരു മധുരക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് കഴുകി കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിൽ കുറച്ച് വെള്ളം കൂടി ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കൊരു 2 വിസിലടിച്ച് വേവിച്ചെടുക്കാം കേട്ടോ. അങ്ങനെ ഞാനത് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. ചൂടാറിയതിൻ്റെ ശേഷം മാത്രമാണ് നമ്മളിത് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ ആ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നല്ലതുപോലെ തന്നെ വെന്തിട്ടുള്ളതായ കാരണം കൊണ്ട് ഞാനത് പൊട്ടിക്കുന്നൊന്നുമില്ല, അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇനി നമ്മളിതിലേക്ക് കുറച്ച് പാൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. തണുത്ത പാലാണ് കേട്ടോ ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ കട്ടിയുള്ള പാൽ ഒഴിച്ച് കൊടുക്കുന്നില്ല. ഞങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രീസറിൽ വെച്ചിട്ട് പാൽ കട്ടയാക്കി എടുക്കുകയും ചെയ്യാം കേട്ടോ. പക്ഷെ ഞാൻ ഇപ്പോൾ തൽക്കാലം അങ്ങനെ എടുക്കുന്നില്ല. കുറച്ച് പാൽ ഞാൻ ഇതിലേക്ക് ആദ്യം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. മൊത്തത്തിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അടിഞ്ഞ് കിട്ടില്ല. അപ്പോൾ ഞാനൊരു ആവശ്യത്തിന് കുറച്ച് മാത്രം ഒഴിച്ചിട്ടാണ് ഇതൊന്ന് അടിച്ചെടുക്കുന്നത്. ഇപ്പോൾ നല്ല രീതിയിൽ തന്നെ അത് അങ്ങോട്ട് അടിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഒരു 2 ഏലക്കായ ഞാൻ പൊടിച്ചെടുത്തതാണ് കേട്ടോ, അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 4 ടേബിൾ സ്പൂണാണ്, ടീസ്പൂണല്ല ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ 1 കപ്പ് പാൽ, ഞാൻ നല്ല തണുത്ത പാലാണ് കേട്ടോ, അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 5 രൂപയുടെ ബൂസ്റ്റ്, അതിലൊരു 3/4 ഭാഗം ഞാനൊന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഷേക്ക് റെഡിയാക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്ത ബെല്ലൈക്കനോട് ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷനും കൂടി എനേബിൾ ചെയ്ത് വെക്കാൻ മറക്കരുത് കേട്ടോ. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ലൈക്ക് ചെയ്തിട്ട് കാണാൻ തന്നെ ശ്രമിക്കണേ. അങ്ങനെ ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനത് ഗ്ലാസ്സിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. അതിന് ശേഷം ഞാൻ അതിൻ്റെ മുകളിൽ കുറച്ച് ബൂസ്റ്റും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഷേക്ക് റെഡിയാക്കാനായിട്ട്. വളരെ സിമ്പിളാണ് ഷേക്ക് റെഡിയാക്കാനായിട്ട്. അതുപോലെ തന്നെ കാണുന്ന പോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഈ മധുരക്കിഴങ്ങിൻ്റെ ഷേക്ക് റെഡിയാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കഴിച്ച് നോക്കണം കേട്ടോ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഹെൽത്തി ആയിട്ടുള്ള ഷേക്കാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാ കൂട്ടുകാരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ടാറ്റാ, ബൈ ബൈ, അസ്സലാമു അലൈക്കും.